ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നമ്മളൊക്കെ പൊണ്ണത്തടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വയറ് നമ്മളിങ്ങനെ വിരലുകൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ വയറ് കട്ടി കൂടി വയറ് ചാടിയതായിട്ട് കാണും. സത്യത്തിൽ നമ്മൾ കുടവയറ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നോക്കുന്ന കൊഴുപ്പ് അതല്ല അപകടം. അപകടമുള്ള ഒരു കൊഴുപ്പ് വേറെ, അതൊരിക്കലും നമുക്ക് പിടിച്ചു നോക്കാൻ പറ്റാത്തൊരു കൊഴുപ്പാണ്. ഭൂരിപക്ഷ ആളുകളും ജിമ്മിലൊക്കെ പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കുടവയറ് കുറക്കാനൊക്കെയാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ പുറമേക്ക് കാണുന്ന കൊഴുപ്പല്ല അപകടം. ഒളിഞ്ഞിരിക്കുന്ന വിസറൽ ഫാറ്റ് ആണ് ഏറ്റവും വലിയ. എന്താണ് വിസറൽ ഫാറ്റ്? വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കൊഴുപ്പ്. ലിവറിനെയും കുടലിനെയും പാൻക്രിയാസിനെയൊക്കെ ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫാറ്റ് ഉണ്ട്. ഈ കൊഴുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ജീവനുള്ള കൊഴുപ്പാണ്. ഇത് ഒരുപാട് സൈറ്റോകൈൻസ് എന്ന് പറയും നീർക്കെട്ടിന് കാരണമായേക്കാവുന്ന ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുക? ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവും, അതുപോലെ തന്നെ BP കൂടും. മാത്രമല്ല രക്തക്കോലുകളിൽ ബ്ലോക്ക് വരും, ഹാർട്ടിൽ ബ്ലോക്ക് വരും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്കടക്കം ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വിസറൽ കൊഴുപ്പ് കണ്ടുവരാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വളരെ ഫിറ്റായിരിക്കും, പക്ഷേ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടാവും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ശരീരത്തിലെ 2 തരത്തിലുള്ള കൊഴുപ്പ്. ഒന്ന് കുടവയറിലൊക്കെ നമ്മൾ പുറമേക്ക് കാണുന്ന സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, രണ്ടാമത്തത് അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അപകടമുള്ള കൊഴുപ്പ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്, എല്ലാ ആഴ്ചയും ചുരുങ്ങിയത് 150 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ 2-3 തവണ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. മൂന്നാമത്തേത്, പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക, നട്ട്സും ഒലിവ് ഓയിലും ഉപയോഗിക്കുക, പഞ്ചസാര ഒഴിവാക്കുക, പ്രോസസ്ഡ് ഫുഡുകൾ, കടയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ചുരുങ്ങിയത് 6-7 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടെൻഷൻ കുറയ്ക്കുക. ശ്രദ്ധിക്കുക, വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കബളിപ്പിക്കും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കൊഴുപ്പാണ്. ഇത് നമ്മുടെ ഹൃദയത്തെ അപകടത്തിലേക്ക് എത്തി. വിസറൽ ഫാറ്റിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ